നമസ്കാരം. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും അപകടകരമായ ഒരു സത്യാവസ്ഥ ഇപ്പോൾ പുറത്തുവരികയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പോലും ഇനി ഒരൊറ്റ രാജ്യത്തിന്റെ കയ്യിലല്ല. ഇറാനുമായുള്ള ഈ സംഘർഷം അവസാനിപ്പിക്കാമെന്ന് ലോകം പ്രതീക്ഷിച്ചപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമുള്ള ശക്തികൾ പിന്നിൽ പ്രവർത്തിക്കുകയാണോ എന്ന സംശയം ശക്തമാവുകയാണ്. ആ സംശയത്തിന്റെ കേന്ദ്രത്തിൽ ഒരേ ഒരു പേരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മുൻ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി പുറത്തുവിട്ട വെളിപ്പെടുത്തൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഇറാനെതിരെ യുദ്ധം നടത്താനുള്ള പദ്ധതിയുമായി നെതന്യാഹു പല അമേരിക്കൻ പ്രസിഡന്റുമാരെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതിനെ അംഗീകരിച്ചത് ഒരാൾ മാത്രം, ഡൊണാൾഡ് ട്രംപ്. ഇതൊരു സാധാരണ നയതന്ത്ര തീരുമാനമല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ ദീർഘകാല ആഗ്രഹം മറ്റൊരു രാജ്യത്തിന്റെ നേതൃത്വത്തെ നിയന്ത്രിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ്. ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പിന്തുണ തേടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 3 മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരെ സമീപിച്ചിരുന്നുവെന്നും അവരെല്ലാം അത് നിരസിക്കുകയായിരുന്നു എന്നുമാണ് വെളിപ്പെടുത്തൽ. മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയാണ് ഈ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നെതന്യാഹു മുന്നോട്ട് വെച്ച ഇറാൻ യുദ്ധ പദ്ധതി ജോർജ് W. ബുഷ്, ബരാക് ഒബാമ, ജോ ബൈഡൻ എന്നിവർ നിരസിച്ചു എന്നാണ് ജോൺ കെറി പറഞ്ഞു വെക്കുന്നത്. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ നെതന്യാഹു മുൻ പ്രസിഡന്റുമാരോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒടുവിൽ കടുത്ത ആഭ്യന്തര എതിർപ്പുകൾക്കിടയിലും ഡൊണാൾഡ് ട്രംപ് ഈ പദ്ധതി അംഗീകരിക്കുകയായിരുന്നു എന്നും ദി ലേറ്റ് ഷോ വിത്ത് സ്റ്റീഫൻ കോൾബർട്ടിൽ സംസാരിക്കവേ കെറി വെളിപ്പെടുത്തി. നെതന്യാഹുവിന്റെ പദ്ധതിയെ ട്രംപിന്റെ സംഘത്തിലെ പ്രധാന അംഗങ്ങൾ പരഹാസ്യം എന്ന് വിശേഷിപ്പിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാന്റെ നേതൃത്വത്തെ ദുർബലപ്പെടുത്തുക എന്ന ട്രംപിന്റെ സ്വന്തം താല്പര്യങ്ങളുമായി ഈ പദ്ധതി യോജിച്ചു പോകുന്നതായിരുന്നു. അതിന്റെ ഫലമായി ആഭ്യന്തര എതിർപ്പുകൾ അവഗണിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ട്രംപ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുകയായിരുന്നുവെന്നും കെറി വ്യക്തമാക്കിയിട്ടുണ്ട്. വിയറ്റ്നാം, ഇറാഖ് യുദ്ധങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ മുൻനിർത്തിയാണ് കെറി സംസാരിച്ചത്. അമേരിക്കൻ ജനതയോട് കള്ളം പറയരുത് എന്നും സൈനിക നടപടികൾക്കായി അവരുടെ മക്കളെ വിട്ടുനൽകാൻ ആവശ്യപ്പെടരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 1 മാസം നീണ്ട സംഘർഷത്തിൽ ഇറാനിൽ 2000-ലധികം പേർ മരിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്തു. ഫെബ്രുവരി 11-ന് നെതന്യാഹു വൈറ്റ് ഹൌസ് സന്ദർശിച്ചതോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ഇറാനെതിരെ ഒരു വലിയ ആക്രമണത്തിന് ട്രംപിനെ സമ്മതിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നെതന്യാഹുവിന്റെ വരവ്. അദ്ദേഹം ഒരു പദ്ധതിയും കൊണ്ടുവന്നു. ട്രംപിന്റെ സംഘത്തിലെ പ്രധാന അംഗങ്ങൾ പരിഹാസ്യം എന്ന് വിളിച്ച് ഈ പദ്ധതി നിരസിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ഒരു സാഹചര്യം നോക്കിയിരുന്ന ട്രംപിന് നെതന്യാഹുവിന്റെ പദ്ധതി സമ്മതമായിരുന്നു. ഒടുവിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്റെ സംഘത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ട്രംപ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് വിളിക്കപ്പെട്ട പദ്ധതി അംഗീകരിക്കുകയായിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത്? യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടക്കുന്നു, വെടിനിർത്തൽ നീട്ടുന്നു, സമാധാനത്തിനുള്ള വാതിലുകൾ തുറക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഒന്നും മാറുന്നില്ല. ഇടയ്ക്കിടെ ആക്രമണങ്ങൾ, ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം, ചർച്ചകൾ തകരുന്നത് ഇവയെല്ലാം കാണിക്കുന്നത് ഒരൊറ്റ സത്യമാണ്: ആരോ ഒരാൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. നെതന്യാഹുവിന്റെ നിലപാട് അതീവ വ്യക്തമാണ്. ഈ യുദ്ധം ഉടൻ അവസാനിപ്പിക്കേണ്ടതില്ല, ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ പോരാട്ടം തുടരണം. ഇത് മുൻപും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതേ നിലപാടിലാണ്. അതായത് സമാധാനം ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഒരു ഇടവേള മാത്രമാണ്. ഇവിടെ ട്രംപിന്റെ സ്ഥാനം എന്താണ്? ഒരിക്കൽ ശക്തമായി മുന്നോട്ട് വന്ന നേതാവ് ഇപ്പോൾ സ്വന്തം തീരുമാനങ്ങളുടെ കുടുക്കിൽപ്പെട്ടിരിക്കുന്നു. യുദ്ധം ആരംഭിക്കുവാൻ സമ്മതിച്ചെങ്കിലും അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് വ്യക്തമായ മാർഗരേഖയില്ല. ഒരു ദിവസം സമാധാനം പ്രഖ്യാപിക്കുന്നു, അടുത്ത ദിവസം കടുത്ത ഭീഷണികൾ ഉയർത്തുന്നു, വീണ്ടും ചർച്ചകൾ, വീണ്ടും സംഘർഷം. ഈ അനിശ്ചിതത്വം അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇതിലും വലിയ പ്രശ്നം ട്രംപിന് യുദ്ധം സ്വതന്ത്രമായി നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നതിലാണ്. ഒരു വശത്ത് ഇറാൻ കടുത്ത നിലപാടിൽ, മറുവശത്ത് നെതന്യാഹുവിന്റെ യുദ്ധാഗ്രഹം. ഇടയിൽ കുടുങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ നേതൃത്വം. ഇതെല്ലാം ചേർന്നൊരു വലിയ ചിത്രം വരയ്ക്കുന്നുണ്ട്. യുദ്ധം ആരംഭിക്കാൻ ധൈര്യം കാണിച്ച നേതാവ് അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. തീരുമാനങ്ങൾ ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമല്ല, നിയന്ത്രണം പതുക്കെ കൈവിട്ടു പോവുകയാണ്. അവസാനം ഒരു ചോദ്യം മാത്രം: ഇതൊരു യുദ്ധമോ അതോ നേതാക്കൾ തമ്മിലുള്ള അധികാരത്തിനും സ്വാർത്ഥതയ്ക്കുമായുള്ള പോരാട്ടമോ?